അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഉളഹിയ്യത്ത് എന്ന മഹത്തായ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ബഹുവന്യരായ ശൈഖുന തഴവ ഉസ്താദിൻ്റെ വരികളിലൂടെ ഉളഹിയ്യത്തിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്കറിയാം. എത്ര പറഞ്ഞാലും തീരാത്ത ചരിത്രങ്ങളും സംഭവങ്ങളും ഉളഹിയ്യത്തിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ തഴവ ഉസ്താദിൻ്റെ വരികളിലൂടെ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം, ഉൾക്കൊള്ളാം. അള്ളാഹു പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഴവ ഉസ്താദ് ഉളഹിയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉളഹിയ്യ സുന്നത്തും മുഅക്കദതാണിനും, അതുപോലെ തന്നെ സുഹൃത്തെ പെണ്ണിനും. ഉളഹിയ്യത്ത് എന്ന മഹത്തായ ഇബാദത്ത് അത് ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. ആണിന് മാത്രമല്ല, അത് പെണ്ണിനും സുന്നത്താണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗമാണ്, പാരത്രിക വിജയമാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു സ്വർഗപ്രവേശം നമുക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ഭാര്യമാർക്കും എല്ലാ മുസ്ലിമത്തായ പെണ്ണിനും വേണമല്ലോ. എന്നാൽ സ്വർഗത്തിലേക്ക് പോകുന്ന വാഹനമാണല്ലോ ഉളഹിയ്യത്ത് അറുക്കപ്പെടുന്ന മൃഗം, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. നബി തന്നെ തൃക്കൈ കൊണ്ട് ആടിനെ രണ്ട് അറുത്തിട്ടുമുണ്ട് ഉളഹിയ്യത്തായി എന്നുണ്ട്. വഖദ് സബത ഫി സ്വഹീഹൈൻ, ബുഖാരിയിലും മുസ്ലിമിലും കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ്ഹാ ബികബ്ശൈനി അംലഹൈനി അഖറനൈൻ, രണ്ട് ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു. ദബഹഹുമാ ബിയദിഹി, മുബാറക്കായ പരിശുദ്ധമായ അവിടുത്തെ കൈകൊണ്ട് ആ രണ്ട് ആടിനെ അറുത്തു. വകബ്ബറ വവളഅ റിജ്ലഹു അലാ സഫാഹിഹിമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് അറുത്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അനസ് ബിൻ മാലിക്കിനാൽ ഹദീസിൽ വന്നതാ, ശൈഖാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ. ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊന്ന് സ്വന്തം നഫ്സിന, മറ്റൊന്ന് ഉമ്മത്തിനെന്നും മുസ്തഫ പറഞ്ഞെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ അറുക്കുന്ന സമയത്ത് പറഞ്ഞു, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വമിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ തഖബ്ബൽ, അല്ലാഹുവേ ഈ ഇബാദത്ത്, ഈ ഉളഹിയ്യത്ത് നീ സ്വീകരിക്കണം. മിൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വമിൻ ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദാകുന്ന എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നും സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ടുണ്ട് ഇത് എന്ന് ഇബ്നു മാജയില സുഹൃത്തെ വന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഇബ്നു മാജയിൽ കാണാവുന്നതാണ്. ഇത്തിഹാഫിലും നീ നോക്ക് 4-ൽ ഉണ്ടിത്, 398 പറയുന്നത്. ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ശറഹ് ഇത്തിഹാഫിലും ഈ ഹദീസും വിഷയവും കാണാവുന്നതാണ് എന്നാണ് മഹാനായ ശൈഖുന തഴവ ഉസ്താദ് നമുക്ക് പാടി മനസ്സിലാക്കി തരുന്നത്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഏതാനും വരികൾ പാടി പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താണ് ആ പറഞ്ഞത്, അതിൻ്റെ നിയമം എന്താണ്, ചരിത്രം എന്താണ്, നമുക്ക് വഴിത്താരയിലൂടെ ദിവസങ്ങൾ എടുത്ത് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.